ഈ പറയുന്ന മാവൂത് വരുന്നതിൽ പിണറായി സർക്കാരിനാണ് പഴി. ഇങ്ങനെ കഴിഞ്ഞ സർക്കാരിനെ പഴിച്ചുകൊണ്ടിരിക്കാനാണോ നിങ്ങളുടെ ഉത്തരവാദിത്തം? ഈ പരിപാടി തുടങ്ങിയത് പിണറായി വിജയനാണോ? പിന്നെ CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയെ BC ആണെന്നൊക്കെ നിങ്ങളെപ്പോലും ചാനലിൽ വന്ന് ഒരാൾ പറയാൻ ധൈര്യം കാണിച്ചാൽ ഞാൻ എന്താ പറയുക? 19 സംഘികളെ സെനറ്റിൽ നിയമിച്ചാൽ മന്ത്രിക്ക് റോളില്ല. പിന്നെ മന്ത്രിയുടെ പണി എന്നാ? അല്ല, ഇത് റോജി എം ജോണിന്റെ ശുപാർശയിലാണ് വെച്ചത്. അല്ല, റോജി എം ജോണിന്റെ ശുപാർശയിലല്ല വെച്ചത്. ഇനി ഇങ്ങനെ ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു അമിതാധികാര സാഹചര്യം ഗവർണർക്ക് കിട്ടിയത് എപ്പോഴാ? പിണറായി വിജയൻ കേരളം ഭരിക്കുന്ന കാലത്താ. ആവശ്യമില്ലാത്ത പണികൾക്ക് പോയിട്ട് ആവശ്യമില്ലാത്ത പണികൾ ചെയ്ത് അവസാനം കോടതിയിൽ നിന്ന് ഗവർണർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നപ്പോൾ തോന്നിവാസത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ഞങ്ങൾ ഒരു പിണറായി ചെയ്ത കാര്യങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിണറായി തന്നെ മുഖ്യമന്ത്രി ആയിരിക്കട്ടെ എന്ന് തീരുമാനമെടുക്കുക UDF പാർലമെന്ററി പാർട്ടി. വേണോ, ഇതൊരു സ്വിച്ച് ഇടുമ്പോൾ കിടന്ന ബൾബല്ല. അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഇതിൽ വേണ്ടത്ര പഠനങ്ങളും നിയമപരമായിട്ടുള്ള ഉപദേശങ്ങളും കോടതി വ്യവഹാരങ്ങളും ഒക്കെ വേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം കൊണ്ടുപോയി ഗവർണറുടെ ആഫീസിൽ തീരുമാനിച്ചോ? കാര്യമില്ല. തീരുമാനം ശരിയാണ്, പഠിച്ചിട്ടൊക്കെ ഇതേ വിഷയത്തിൽ സർക്കാരിനെയും ഇഴകീറി പരിശോധിച്ച് വിമർശിക്കാൻ ഇന്നും അനന്തന്റെ നാവായിരുന്നു സതീശന്. പക്ഷെ കാര്യത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ, കാര്യങ്ങളുടെ ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ മറുപടിയില്ല. PMCയുടെ കാര്യത്തിൽ പിണറായി സർക്കാരിനാണ് പഴി. ഈ പറയുന്ന മാവൂത് വരുന്നതിൽ പിണറായി സർക്കാരിനാണ് പഴി. ഇങ്ങനെ കഴിഞ്ഞ സർക്കാരിനെ പഴിച്ചുകൊണ്ടിരിക്കാനാണോ നിങ്ങളുടെ ഉത്തരവാദിത്തം? വേണു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. PM ശ്രീയിൽ ഒപ്പിട്ടിട്ട് അതിന്റെ പിറ്റേ ദിവസം സംഘപരിവാറിനെതിരെ ചിന്താവാരികയിൽ ലേഖനം എഴുതിയ ആളുടെ പേരാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. ഇത് നമ്മൾ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള എഗ്രിമെന്റിൽ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഇവരത് തിരിച്ച് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു കത്ത് കൊടുത്തു. പക്ഷെ തീരുമാനമെടുത്തോ? ഇല്ല. അത് ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് പരിശോധിച്ച് പഠിച്ച് അതിന് വേണ്ട നടപടിയെടുക്കും. ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകുമെന്ന് നിങ്ങളോട് പറഞ്ഞോ? എപ്പോഴെങ്കിലും പറഞ്ഞോ? PM ശ്രീയുമായിട്ട് UDF സർക്കാർ മുന്നോട്ട് പോകുമെന്ന് നിങ്ങളോട് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. സർക്കാരിന്റെ പ്രസ് നോട്ട് വന്നോ? ഇല്ല. ക്യാബിനറ്റ് മീറ്റിംഗിന്റെ ബ്രീഫിംഗിൽ പറഞ്ഞോ? ഇല്ല. നിങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് PM ശ്രീയുമായിട്ട് UDF മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗിന്റെ മന്ത്രിയെ കൊണ്ട് കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുമെന്ന്. ഇതാണെന്നേ, ആർലേക്കർ റിക്രൂട്ട് ചെയ്യുന്നു, ആരെ എന്തൊക്കെ ചെയ്യിക്കണം എന്ന്, ഈ മന്ത്രിസഭയിൽ ആരൊക്കെ എന്തൊക്കെ നയങ്ങൾ നടപ്പാക്കണമെന്ന് K. സുരേന്ദ്രൻ പറയുന്നു. ഇതാ സാഹചര്യം നിങ്ങളുടെ സർക്കാരിന്റെ. എന്നിട്ട് ഇപ്പോഴും പിണറായിയുടെ നെഞ്ചത്ത് മാത്രം കയറിയിട്ട് കാര്യമുണ്ടോ? ആർലേക്കറും സുരേന്ദ്രനും ഒക്കെയാ ഭരിക്കുന്നത്. ജിൻഡോ, അതെ, അത് നിങ്ങൾക്ക് തോന്നുന്ന K. സുരേന്ദ്രനല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി, VD സതീശനാണ്. K. സുരേന്ദ്രൻ BJPയുടെ നേതാവാണ്. ഞങ്ങളുടെ UDFന്റെ നേതാവ് K. സുരേന്ദ്രൻ അല്ല. UDFന്റെ നിലപാട് VD സതീശൻ പറയും, UDF കൺവീനർ പറയും, KPCC പ്രസിഡന്റ് പറയും. മനസ്സിലായില്ലേ? ഞങ്ങൾ തീരുമാനിക്കാത്ത കാര്യം K. സുരേന്ദ്രൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? K. സുരേന്ദ്രൻ ആഭ്യന്തര വകുപ്പ് 10 പറയുന്നത് സുരേന്ദ്രനാണ് KPCC പ്രസിഡന്റ്, UDF കൺവീനർ. സുരേന്ദ്രൻ ഞാൻ ചോദിക്കട്ടെ വേണു, ഇന്നത്തെ പ്രസ് മീറ്റിൽ VD സതീശൻ പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? താങ്കൾക്ക് ആ ഭാഗം വന്നപ്പോൾ ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? PM ശ്രീയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല, മുന്നോട്ട് പോകുന്നോ വേണ്ടയോ എന്നുള്ള കാര്യം പരിശോധിക്കും. നിയമപരമായിട്ടുള്ള പരിശോധനകൾ നടത്തിയിട്ട് വേണം തീരുമാനമെടുക്കാൻ. മുൻപേ പോയ സർക്കാർ കണ്ടോടത്തൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ട് പോയിരിക്കുക. ഇനി അതൊക്കെ ഏതൊക്കെ തിരുത്തണം, ഏതൊക്കെ തിരുത്തണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള പഠനങ്ങൾ നടത്തണ്ടേ? നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കണ്ടേ? കോടതി വ്യവഹാരങ്ങൾ ഒരു സർക്കാരിന് പഠിക്കണ്ടേ? CPM-ന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആരോപണം എന്തായിരുന്നു ജിൻഡോ? നുണേശൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്വിസ് മത്സരം വരെ സംഘടിപ്പിച്ചു അല്ലെ? ഇപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സത്യമേ പറയാവൂ. കാരണം നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. അതേസമയം മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഭരണപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. അതിൽ നിർബന്ധമായും രാഷ്ട്രീയത്തിനപ്പുറം ഭരണാധികാരി എന്ന നിലയിൽ സത്യസന്ധത പുലർത്തണം. പറഞ്ഞ എന്താ, ഇന്ന് ഈ സെനറ്റുമായി ബന്ധപ്പെട്ട്, ഈ VC-യുമായി ബന്ധപ്പെട്ട് പാനൽ കൊടുക്കേണ്ടത് കഴിഞ്ഞ സർക്കാരാണ്, കഴിഞ്ഞ സർക്കാർ കൊടുത്തിട്ട് പോയി എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞു. മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഫെബ്രുവരി മുതൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നിരിക്കുകയാണ്. ഒരു പാനലും കൊടുത്തിട്ടില്ല. മാർച്ചിൽ തന്നെ ആ സർക്കാർ ഒരർത്ഥത്തിൽ കാവൽ സർക്കാരായി. ഒരു പാനലും കൊടുത്തിട്ടുമില്ല. എന്നിട്ട് കഴിഞ്ഞ സർക്കാർ കൊടുത്ത പാനലാണ് ഇപ്പോൾ നടപ്പായിരിക്കുന്നത് എന്ന പച്ച നുണ ഒരു മുഖ്യമന്ത്രി പറയാൻ പാടുണ്ടോ? ചുമ്മയാണോ CPM ആ പേര് പറയുന്നത്? അല്ല,
അല്ല, CPM പറയുന്നത് താങ്കൾക്കും ഏറ്റുവിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ താങ്കൾ പറയുക. പക്ഷേ ആർ ബിന്ദു എന്ന മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് താങ്കൾ കോട്ട് ചെയ്യുന്നത്. അവർ കഴിഞ്ഞ ദിവസം VD സതീശനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അവരുടെ ഫേസ്ബുക്കിലൂടെ പ്രദർശിപ്പിച്ചിരുന്നു. അതിന്റെ സത്യവും അവര് എന്നുള്ളതിന്റെ കൊടുക്കൽ വാങ്ങൽ നടത്തിയിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത്, ഞാൻ അത് തന്നെയാണ് താങ്കളോട് പറഞ്ഞത്. അവരുടെ ബാക്കി എല്ലാ കാര്യവും പരിശോധിക്കണമെന്ന്. അവർ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി താങ്കൾ പരിശോധിക്കണം. അവരുടെ സത്യസന്ധത മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആർ ബിന്ദുവിന്റെ സത്യസന്ധത താങ്കൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അവർ VC നിയമനത്തിൽ, അവർ പ്രിൻസിപ്പൽ നിയമനത്തിൽ, അവർ അതുപോലെ VD സതീശനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീഡിയോ പങ്കുവച്ചത്, ദൃശ്യങ്ങൾ പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആധാരമാക്കി താങ്കൾ സംസാരിച്ചോളൂ. എന്റെ അഭിപ്രായത്തിൽ ഇത് UDF നിയമനമല്ല, UDF സർക്കാരിന്റെ ഇടപെടലല്ല. ഞാൻ നിലപാടുണ്ട്. സംഘിവൽക്കരണത്തെ തടയും, സഖാവൽക്കരണത്തെയും തടയും. ഇതാണ് അവരുടെ പ്രഖ്യാപിത നിലപാടെന്നാണ് പറയുന്നത്. പിന്നെ കൂടാതെ ഇവിടെ ശ്രീ ദാമോദർ പ്രസാദ് പറഞ്ഞൊരു കാര്യത്തിനും കൂടെ അങ്ങയുടെ മറുപടി വേണം. അവിടെ ഒരു മെക്കാനിസം ഉണ്ട്. ഒരു VC സംഖ്യയായി വന്നാൽ പോലും സർവകലാശാലയിൽ ഒരു മെക്കാനിസം ഉണ്ട് തടയാനെന്നാണ്. ആ സംവിധാനത്തിന്റെ കാര്യക്ഷമതയെ പറ്റിയുള്ള താങ്കളുടെ അഭിപ്രായം കൂടി അറിയണം. സുനിൽകുമാർ. ഒന്ന്, ഈ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല 10 കൊല്ലം കൊണ്ട് തകർന്നു എന്ന് പറയുന്ന കെട്ടുകഥ അത് ഇനിയും പറഞ്ഞു നടക്കരുത്. കാരണം ഇപ്പം നിങ്ങൾ ഭരണത്തിലാണ്. ഇന്ത്യയിലെ 200 കോളേജുകൾ എടുത്താൽ അതിൽ 74 ഉന്നതമായ കോളേജുകൾ കേരളത്തിലാണ്. ആ 74 കോളേജുകളുടെയും പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ കോളേജുകളുടെ കൂട്ടത്തിൽ ആലുവ UC കോളേജ് ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. കോട്ടയത്തെ CMS കോളേജുണ്ട്, SB കോളേജുണ്ട്, നമുക്ക് ഗവൺമെൻറ് കോളേജുകളുണ്ട്, യൂണിവേഴ്സിറ്റി കോളേജുണ്ട്, നമുക്ക് എടുക്കാം. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്നോ? ഇന്ത്യ രാജ്യത്ത് നീറ്റ് പരീക്ഷയുടെ അവസ്ഥ എന്താ? നെറ്റിൻ്റെ അവസ്ഥ എന്താണ്? ഓരോന്നിനും കേന്ദ്ര സർക്കാർ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ എന്താണ്? അതുകൊണ്ട് കേന്ദ്രത്തിലിരിക്കുന്നവർക്ക് ഈ സർവകലാശാലയെല്ലാം ഭരിക്കാൻ പ്രത്യേക കഴിവുണ്ടെന്നുള്ള ആ സിദ്ധാന്തമൊക്കെ കൈവച്ചാൽ മതി. അതിനൊരു പിന്തുണയില്ല. ഇവിടെ കേരള സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ളത് സംസ്ഥാന സർവകലാശാലകളാണ്. അവിടുത്തെ VC നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടൽ ശേഷിയുണ്ട്. ഒന്ന്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു പദ്ധതി അവിടെ ഉണ്ടാവും, അത് സർക്കാർ നോമിനിയാണ്. 2, ചാൻസലറുടെ നോമിനി, ചാൻസലർ ഗവർണറാണ്. ഗവർണറുടെ നോമിനിയെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വരണ്ട, സംസ്ഥാന സർക്കാർ കൂടിയാലോചിച്ച് ആണ് നോമിനിയെ കൊടുക്കേണ്ടത്. മൂന്നാമത്, 2018 UGC ഭേദഗതി കൊണ്ടുവന്നു മോദി. ആ മോദി കൊണ്ടുവന്ന ഭേദഗതി എന്താണ്? UGCയുടെ പ്രകൃതി ഇല്ലെങ്കിൽ VC നിയമനം നിലവിൽ നിൽക്കത്തില്ല. അത് പിണറായി വിജയൻ കൊണ്ടുവന്നതാണ്. ഇന്ത്യയിലെ സംസ്ഥാന സർവകലാശാല പിടിക്കാൻ RSSകാർ UGC ചട്ടഭേദഗതി കൊണ്ടുവന്നു 2018. ഇത് കോൺഗ്രസ്സുകാർക്ക് അറിയില്ലാത്ത കാര്യമാണോ? അതിനെതിരായിട്ട് കർണാടക സർക്കാർ നിയമം പാസ്സാക്കിയത് കോൺഗ്രസ്സുകാർക്ക് അറിയില്ലേ? തമിഴ്നാട് സർക്കാർ നിയമം പാസ്സാക്കിയത് കോൺഗ്രസ്സുകാർക്ക് അറിയില്ലേ? ഗവർണർക്ക് ശാഠ്യത്തിനുള്ള അവസരം കൊടുക്കുന്നു, അങ്ങനെ ഡീൽ ഉണ്ടാക്കുന്നു. അത്തരം സന്ദർഭങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നാം ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് അന്ന്. ആദ്യം ഇതിനൊന്ന് വ്യവസ്ഥപ്പെടുത്തുക. ഈ പരിപാടി തുടങ്ങിയത് പിണറായി വിജയനാണോ? പിന്നെ CPMൻ്റെ ലോക്കൽ സെക്രട്ടറിയെ BC ആണെന്നൊക്കെ നിങ്ങളെപ്പോലും ചാനലിൽ വന്ന് ഒരാൾ പറയാൻ ധൈര്യം കാണിച്ചാൽ ഞാൻ എന്താ പറയുക? ഏത് നിലവാരത്തെക്കുറിച്ചാണ് പറയുക? ഏത് ലോക്കൽ സെക്രട്ടറിയെക്കുറിച്ചാണ് പറയുക? CPMൻ്റെ ലോക്കൽ സെക്രട്ടറിയെ BC ആക്കി ഒരാൾ ആധികാരികമായിട്ട് പറയുക. ഇതിനൊക്കെ ഞാൻ എന്നാ മറുപടി പറയാനാ? അപ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ എവിടുന്നോ കിട്ടുന്ന വിവരവും അല്ല വാട്സപ്പിൽ ഉണ്ടാക്കുന്ന വിവരം വെച്ചിട്ട് ഇങ്ങ് തട്ടിയേക്കാണ്. ഇതിനൊന്നും മറുപടി പറയാൻ സൗകര്യപ്പെടുകയില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ കേൾക്കേണ്ട ഒരു ഗതികേടും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഭരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ കാണിക്കുന്ന കൊള്ളരുതായ്മയ്ക്കുള്ള ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞങ്ങൾക്ക് കിട്ടണം. അല്ല ഈ പണിക്ക് വരരുത്. ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് മാവൂദിനെ നിയമിച്ചതിൽ എതിർപ്പുണ്ടോ? 2, സംസ്ഥാന സർക്കാർ പൊരുതിയോ? എങ്ങനെ പൊരുതി? BC നിയമനം ഈ രീതിയിൽ കവർന്നെടുക്കാൻ പരിശ്രമിച്ചതിനെതിരെ സർവകലാശാല നിയമങ്ങൾ കൊണ്ടുവന്നു. ആ നിയമ ഭേദഗതിയിൽ ഒപ്പിടരുത് എന്ന് ഗവർണർക്ക് പോയി നിവേദനം കൊടുത്തു സതീശൻ. ആ സതീശൻ നിയമനം അത് ഒപ്പിടരുതെന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കുമോ? നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പണി തന്നെ ഇപ്പം സ്കൂള് ഹയർ സെക്കൻഡറി ലീഗിൻ്റെ ഇരിക്കട്ടെ, ജിൻഡോ ജോൺ ഉണ്ടല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിയോ എന്താണ് റോജി M. ജോണിൻ്റെ പണി? ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ താൽക്കാലിക VC നിയമിച്ചാൽ
മന്ത്രിക്ക് റോളില്ല. 19 സംഘികളെ സെനറ്റിൽ നിയമിച്ചാൽ മന്ത്രിക്ക് റോളില്ല. പിന്നെ മന്ത്രിയുടെ പണി എന്നാ? എന്തിനാ ഈ മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ആ വകുപ്പ് വെച്ചിരിക്കുന്നത്? വണ്ടിയെ കയറി നടക്കാനോ? രാജിവെച്ചിട്ട് പോകണം. ആദ്യം വേണ്ടത് മാവൂദിനെ നിയമിച്ചത് ശരിയോ തെറ്റോ? 19 സെനറ്റ് അംഗങ്ങളെ നിയമിച്ച നടപടി ശരിയോ തെറ്റോ? മൂന്നാമത്തെ കാര്യം, ചാൻസലറൊക്കെ ഇങ്ങനെ സ്വന്തം പോക്കറ്റിൽ നാളെ വെച്ച് നിയമിക്കാൻ തക്കവണ്ണമുള്ള കീഴ്വഴക്കം ഉണ്ടാക്കി കൊടുത്തത് അല്ല. ഇപ്പോൾ വെച്ചാരാ? കാലിക്കറ്റ് സർവകലാശാലയിൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രതിനിധി ആര് വെച്ചു? വെച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ. മിഠായി തെരുവ് കൂടെ നടന്നു പോയപ്പോഴേ കെ സുധാകരൻ ചെന്ന് പോക്കറ്റ് തിരികെ കൊടുത്തു. കെ സുധാകരൻ പോക്കറ്റ് തിരികെ കൊടുത്തു. കെ സുധാകരൻ പറഞ്ഞു, അങ്ങനെ ലീഗിന്റെ പ്രതിനിധികളും കോൺഗ്രസിന്റെ പ്രതിനിധികളും സ്വാഭാവികമായി സെനറ്റ് വരുന്നതാണ് BJP-ക്കാർക്കൊപ്പം. അല്ലല്ല, ശ്രീ ജിൻഡോ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഒരു ചാൻസലർ ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. നിങ്ങൾക്കുള്ള കുറച്ച് പേര് നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടായിരുന്നു. അന്ന് ആരിഫ് മുഹമ്മദ് ഖാനുമായ ഒരു ഡീൽ ഉണ്ടാകുന്നു. പിന്നെ അതിനുശേഷം ഈ ഹരിയസ് കർത്തായുടെ നിയമനം, അതുമായി ബന്ധപ്പെട്ട എതിർപ്പ് ജ്യോതിലാൽ പറഞ്ഞു. ആ ജ്യോതിലാലിന്റെ തല ഉരുണ്ടു. ഇതൊക്കെയാണ് ജിൻഡോ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന്റെ ഒരു പിൻചരിത്രമുണ്ട്. അതുമായി ചേർത്താണ് മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങൾ ഞാൻ വേഗം പറയാം. അങ്ങയുടെ മറുപടിക്ക് ശേഷം എനിക്ക് ഇടവേളയിലേക്ക് പോകണം. അതിനുശേഷം ദാമോദറിലേക്കും ജിൻഡോയിലേക്കും പോകുന്നു. ഞങ്ങളുടെ ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ ഗവർണർ ഇറങ്ങി എന്നുള്ളതല്ലോ. ഗവൺമെന്റ് ഇവിടെ അധികാരത്തിലിരിക്കുന്ന കാലത്ത് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ വിഷയം ഉണ്ടായല്ലോ. അതിന്റെ തുടർച്ചയായി ഉണ്ടായ ഒരു സംഭവമാണല്ലോ. സർക്കാർ അത് പരിശോധിച്ച് ഞങ്ങളെ കൊണ്ട് നിയമപരമായി എടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. അതൊരു മുഖ്യമന്ത്രിയുടെ ഉറപ്പാണ്. അതിനെ താങ്കൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുണ്ടോ ശ്രീ അനിൽകുമാർ? ഒന്നാമത്തെ ചോദ്യം, ഈ ഹരിയസ് കർത്ത ലോകഭവനിലേക്ക് സതീശൻ ചെന്നപ്പോൾ കെട്ടിപ്പിടിക്കുന്നത് കണ്ടോ? നിങ്ങൾ പിണറായി വിജയൻ കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? BJP സംസ്ഥാന കമ്മിറ്റിയിലൊരു അംഗത്തിന് ലോക്ഭവനിൽ അല്ലെങ്കിൽ രാജ്ഭവനിൽ എൻ്റെ ജോലിക്കാരനായിട്ട് വേണമെന്ന് കെട്ടിപ്പിടിക്കുന്ന കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ഹരിയസ് കർത്ത കെട്ടിപ്പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? സതീശനെ കെട്ടിപ്പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ആ ഹരിയസ് കർത്തയെക്കുറിച്ചാണ് പറഞ്ഞത്. അയാളെ അവിടെ ജോലിക്ക് വെക്കണമെന്ന് ഗവർണർ നോമിനേറ്റ് ചെയ്താൽ സണ്ണി ജോസഫ് അളിയനെ വെച്ച പോലെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അളിയനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അളിയനാണ്. ലോകഭവന് ജോലിക്ക് വെച്ചിരിക്കുന്നത് CPM-കാരെയാണോ? ലോകഭവന് ജോലിക്ക് വെച്ചിരിക്കുന്ന RSS-കാരെയാണ്. അങ്ങനെ ലോകഭവനിൽ അവർ പറയുന്നവർ വെക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവരോട് ജോലിക്ക് വെക്കാൻ പറ്റുമോ? അയാളെ കെട്ടിപ്പിടിക്കാൻ പോയി സതീശൻ. ആ സതീശൻ പറയുകയാണ് ഞങ്ങളുടെ ഭാഗത്താണ്, ഇനി എന്ത് കണ്ടുപിടിക്കാൻ? എൻ്റെ ചോദ്യം, ഇപ്പോഴാണല്ലോ അദ്ദേഹം മുഖ്യമന്ത്രിയായത്. സർവകലാശാല ഭേദഗതി നിയമത്തിൽ ഒപ്പിടരുതെന്ന് സതീശൻ നിവേദനം കൊടുത്തിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാന്. അത് തെറ്റുപറ്റിപ്പോയെന്ന് പറയുമോ സതീശൻ? എൻ്റെ ചോദ്യം അതാണ്. നിങ്ങളെ പൊളിറ്റിക്കൽ നിലപാടാണ് എൻ്റെ ചോദ്യം. ഒന്ന്, മാവൂദിനെ നിയമിച്ചതിന് തർക്കമില്ല കോൺഗ്രസിന്, ലീഗിന് തർക്കമില്ല. 2, 19 പേരെ RSS-കാരെ സെനറ്റ് തിരികെ കയറ്റിയതിനും തർക്കമില്ല. 3, അവർ പ്രതിപക്ഷത്തായി പിണറായി സർക്കാർ ഈ സർവകലാശാലകളെ കാവൽക്കരിക്കുന്നതിനെ കൊണ്ടുവന്ന നിയമത്തിൽ ഒപ്പിടുന്നതിനെതിരെ അദ്ദേഹത്തിന് കൊണ്ട് നിവേദനം കൊടുത്ത് ലോകഭവന് താമസാക്കിയ ആളാ സതീശൻ. ആ താമസാക്കിയിട്ട് മുഖ്യമന്ത്രി ഇടപെടുന്നു.